പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ചെറിയ രൂപത്തിൽ ചെയ്യുകയാണ്. ആർക്കും വിഷമമൊന്നും തോന്നരുത്. ഏകാധിപത്യമാണോ ജനാധിപത്യമാണോ എന്നതാണ് ഇന്നത്തെ വിഷയം. എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ ഭാവി സുരക്ഷിതമാക്കും എങ്ങനെയെന്ന് നോക്കാം. ഭാരതം ഏകാധിപത്യ രാജ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കാലശേഷം പുത്രൻ, പിന്നീട് അങ്ങയുടെ പുത്രൻ, അങ്ങനെ തലമുറയായി ഭരിച്ച് വരുന്നതിനെയാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഭാരതത്തിൽ കച്ചവടത്തിനായി പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഇരിക്കാൻ സ്ഥലം ചോദിച്ചു കൊടുത്തു. പിന്നെ കിടക്കാനായി അവിടത്തെ പെണ്ണിനെ കെട്ടി കുടുംബക്കാരനായി. അങ്ങനെ പാശ്ചാത്യർ ഭരണക്കാരായി. ഭാരതമാകുന്ന അമ്മ ഒന്നാണെങ്കിലും പല അച്ഛന്മാരാണ് ഭരിച്ചിരുന്നത്. അങ്ങനെ പല സംസ്കാരമാകുന്ന രോഗവും പിടിപെട്ടു. അവരുടെ പീഡനങ്ങളിൽ നിന്നും മോചനത്തിനായി പലരും സമരം ചെയ്തു. ദേഹപീഡനം വാങ്ങിയും ജീവൻ ബലി കൊടുത്തും സ്വാതന്ത്ര്യം നേടി. ഭാരതീയർ പോയവരുടെ സംസ്കാരത്തെ അനുകരിച്ച് ഭരണഘടനയുണ്ടാക്കി ഭരണം തുടങ്ങി. പല കുടുംബങ്ങളിൽ ഉള്ളവരും പല സംസ്കാരത്തിൽ പെട്ടവരുമായവരെ ജനങ്ങളാൽ സമ്മതിദാനത്തിലൂടെ തിരഞ്ഞെടുത്ത് ഭരണം ഏൽപ്പിച്ചു. അതിന് ജനാധിപത്യം എന്ന് പറയുന്നു. അന്നത്തെ ഭരണാധികാരികളെല്ലാം രാജ്യസ്നേഹികളും ത്യാഗികളുമായിരുന്നു. ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. നെഹ്റുവിൻ്റെ ശേഷം ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിയുടെ ശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിയുടെ ശേഷം സോണിയാഗാന്ധി. ഇങ്ങനെ ഏകാധിപത്യത്തിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ മരിക്കും മുൻപ് തന്നെ മക്കളെ ഏൽപ്പിച്ചാണ് പോകുന്നത്. പിന്നെ തുടർന്ന് അവരാണ് അവിടുത്തെ നേതാവ്. ഇങ്ങനെ പേര് ജനാധിപത്യമാണെങ്കിലും സംവിധാനം ഏകാധിപത്യത്തിലാണ്. ത്യാഗങ്ങളെല്ലാം ഭോഗങ്ങളിലായി. രാഷ്ട്രീയത്തിൽ പിച്ചച്ചട്ടികളായി വന്നവരെല്ലാം ഇപ്പോൾ കുബേരന്മാരാണ്. കാലം മുമ്പോട്ട് പോകുമ്പോഴും രാജ്യത്തിന് വളർച്ചയല്ല. കാരണം ഭരണക്കാർ വളരുന്നതിനാൽ. തമിഴിൽ ഒരു കവി പാടി, നീയും നാനും ചേർന്നിരുന്നോം നിലവും വാനും പോലെ, നിലവ് പോലെ തേന്തു വന്തേൻ നീ വളർന്നതാലേ എന്ന് പറഞ്ഞാൽ വാനും നിലാവും ചേർന്നിരിക്കുന്ന പോലെ അവർ സുഹൃത്തായിരുന്നു. പിന്നീട് ഒരാൾ താഴോട്ട് അതപ്പത്തി, കാരണം മറ്റവൻ വളർന്നു. അപ്പോൾ ഒരുതൻ വളരണമെങ്കിൽ മറ്റവർ ജീർണിക്കണമല്ലോ. ഇതാണ് എൻ്റെ കാരണം. 2015 ഭരണ സംവിധാനം മാറി. രാജ്യസ്നേഹികളായവർ ഭാരതം ഭരിച്ചു. പെട്ടെന്ന് രാജ്യം വളർന്നു. അപ്പോഴും കേരളം പാതാളത്തിലേയിലാണ്ട്. എന്താ കാരണമെന്നാൽ തൊഴിലാളി കമ്മ്യൂണിസം മുതലാളി കമ്മ്യൂണിസമായി മാറി. 2016 മുതൽ സഖാവ് പിണറായി വിജയനാണ് ഭരണ നേതാവ്.
അതോടെ സമ്പൂർണ്ണ മുതലാളിമാരായി മാറി. കാലവും അവർക്ക് അനുകൂലമായി വന്നു. വെള്ളപ്പൊക്കം, കൊറോണ, സ്വർണ്ണക്കടത്ത്, യുവതിപ്രവേശം, അങ്ങനെ ഇഷ്ടം പോലെ കള്ളക്കണക്ക് എഴുതാനുള്ള അവസരമുണ്ടായി. നേതാക്കൾ മാത്രമല്ല, അണികളും കഴിവുള്ളവർക്കെല്ലാം സമ്പാദിക്കാനുള്ള അവസരമുണ്ടായി. കാലം പോയിക്കൊണ്ടേയിരുന്നു. ശുക്രൻ അസ്തമിക്കാൻ തുടങ്ങി. ഖണ്ഡകശനി വന്നു. അപ്പോഴാണ് ശനീശ്വരനായ ശബരിനാഥനിൽ എത്തിയത്. കോടതിയാകുന്ന രാജാവ് പിടിച്ചു. ഖണ്ഡകശനി കൊണ്ടേ പോകൂ എന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മുടെ മുഖ്യന് പേടിക്കാനില്ല. എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ ഭാവി സുരക്ഷിതമാക്കും. ആക്കിക്കഴിഞ്ഞു. എല്ലാം വിദേശത്താണ് ഉള്ളത്. ഇനി കുടുംബത്തെയും കൂട്ടി വിദേശത്തേക്ക് പോയാൽ മതി. ഇവരെല്ലാം ഉണ്ടാക്കി വെച്ച ബാധ്യത നമ്മളും ജനിക്കുന്ന മക്കളുമായി ഇവിടെ ഇരുന്ന് തീർക്കാം. ഇതാണ് ഇനി അടുത്ത വിധി.